ചിലപ്പോഴൊക്കെ നമ്മൾ ഒരാൾക്ക് നമ്മളെ വിളിച്ച് ദൈവം ഇറക്കി കൊണ്ടുവന്നിട്ട് ചിലപ്പോഴൊക്കെ ജീവിത സാഹചര്യത്തിൽ പല സാഹചര്യത്തിൽ വ്യത്യസ്തമായ മരുഭൂമി കൂടെ കടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ദൈവം അവിടെയും വിശ്വസ്തനാണ്. ഇന്ന് കാണുന്ന പോലല്ല നാളെ തന്നെ സാഹചര്യം. ജോസഫിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. നല്ല സ്വപ്നമൊക്കെ കണ്ട, ഉയർച്ചയുടെ സ്വപ്നം എവിടെ വെച്ചാ കണ്ടേ? നല്ല സമയത്ത് കണ്ടു, നല്ല സ്ഥലത്ത് കണ്ടു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തപ്പോൾ കണ്ടു. നമ്മളും പലപ്പോഴും അങ്ങനെ നല്ല ദൂതും നല്ല അനുഭവങ്ങളും എല്ലാം കേൾക്കുന്നത് മിക്കവാറും നമ്മുടെ നല്ല സമയത്തായിരിക്കും. അല്ലാത്തപ്പോൾ കേൾക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയാണ് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ കടന്നു പോകുന്നത് ഒരു കുഴപ്പവും ഇല്ലാത്തപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന നല്ല ദൂത് കേട്ടു. ഇതിന് ശേഷം ഉള്ള കുഴപ്പം എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു. ജോസഫ് ഒരു കുഴപ്പമില്ലാതെ നല്ല വീട്ടിൽ നിന്ന്, പക്ഷേ സ്വപ്നവും ദൂത് കേട്ടു. ഇത് പറഞ്ഞു തൊട്ട് അപ്പം തൊട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ സത്യം പറഞ്ഞാൽ അവൻ്റെ പ്ലേസ് മാറാൻ തുടങ്ങി. വീട്ടിൽ കിടന്നവൻ പൊട്ടക്കിണറിൽ കിടക്കണം, പൊട്ടക്കിണറിൽ കിടന്നവൻ അടിമമായ വീട്ടിൽ, അടിമ വീട്ടിൽ നിന്നും വീണ്ടും കാരാഗ്രഹത്തിൽ. പക്ഷെ ഒരു കാര്യം, ഇവന്റെ പ്ലേസ് മാറിക്കൊണ്ടേയിരുന്നു. നല്ല വീട്ടിൽ നിന്ന് കുഴിയിൽ നിന്ന് അടിമത്തം, അടിമത്തത്തിൽ നിന്ന് കാരാഗ്രഹം. പ്ലേസ് മാറിയാലും വിശ്വസ്തൻ മാറത്തില്ല. മരുഭൂമിയിലും വിശ്വസ്തൻ. വിശ്വസ്തൻ മാറാത്തോണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? അത് ബൈബിൾ പലപ്പോഴും ദൈവം ജോസഫിനോട് കൂടിയിരുന്നു. അവൻ വീടും വിട്ട് എല്ലാരെയും വിട്ടും മാറി ഓരോ സീസണിൽ വന്നപ്പോൾ നമ്മൾ ഓരോ കുഴപ്പക്കേരിലും ഒന്ന് വീഴുക. അപ്പനും ഒരു കാര്യം, ആരോടോ ദൈവത്തോട്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ കുഴപ്പക്കേടാണല്ലോ എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഒരു ദൂത് പറയാം, വിശ്വസ്തനാ. അത് നിന്നെ എങ്ങോട്ടാ നയിക്കുന്നറിയാമോ? നിന്റെ വിശ്വസ്തൻ നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കൂ.